കാറ്റാടിക്കാടിനെ ചുറ്റിയുള്ള പാഞ്ചാലിപ്പുഴ കടന്നാൽ മറുകരയിൽ ആവണിക്കുന്ന് എന്ന ഗ്രാമമാണ്. ഒരിക്കൽ പാഞ്ചാലിപ്പുഴ കടന്ന് കാറ്റാടിക്കാട്ടിൽ നിന്നും തമ്പു ആവണിക്കുന്നിലെത്തി. ആദ്യമായാണ് തമ്പു ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നത്. എങ്ങും ലൈറ്റുകളും നക്ഷത്രങ്ങളും നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രാമം. നടക്കുന്നതിനിടയിൽ തമ്പു ആ കാഴ്ച കണ്ടു. കുട്ടികൾ വീടിന്റെ മുന്നിൽ മനോഹരമായ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നു. അച്ഛനമ്മമാർ ചേർന്ന് ക്രിസ്മസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അടുക്കളയിൽ നിന്നും പാലപ്പത്തിന്റെയും നല്ല സ്റ്റൂവിന്റെയും മണം ഉയർന്നു പൊങ്ങി. തമ്പുവിന്റെ വായിൽ വെള്ളം നിറഞ്ഞു. ക്രിസ്മസ് കാരളിനായി കുറെ ആളുകൾ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കുറച്ചു കുട്ടികൾ നക്ഷത്രം ഒരുക്കുന്ന തിരക്കിലായിരുന്നു. എന്തൊരാഘോഷം! ക്രിസ്മസ് ട്രീ, കാരൾ, പാട്ട്, ഭക്ഷണം, വിനോദം എല്ലാം ഒരുമിച്ച്. എന്തൊരു രസമാണ് ഈ കാലം! തമ്പു ഓർത്തു. അപ്പോഴാണ് പുഴക്കരയിലെ കരിമ്പിൻ കാട്ടിൽ നിന്നും അമ്മ ആന വിളിക്കുന്നത് തമ്പു കേട്ടത്. അവൻ ഓടി അമ്മയുടെ അടുത്തെത്തി. ഉടനെ പുഴ നീന്തിക്കടന്ന് അമ്മയും തമ്പുവും കാറ്റാടിക്കാട്ടിലേക്കെത്തി. അമ്മയുടെ സമ്മതമില്ലാതെ കാടിന് പുറത്തു പോയതിന് അമ്മ തമ്പുവിനെ ശകാരിക്കുന്ന ശബ്ദം കേട്ടാണ് ജമ്പനാനയും തങ്കുക്കരടി മുത്തശ്ശനും ആ വഴി വന്നത്. ഗ്രാമത്തിൽ പോയിട്ട് നീ എന്തൊക്കെ കണ്ടെന്ന് തമാശയായി കരടി മുത്തശ്ശൻ ചോദിച്ചപ്പോൾ താൻ കണ്ട കാഴ്ചകളൊക്കെ തമ്പു അത്ഭുതത്തോടെ വിശദീകരിച്ചു. അതെല്ലാം പറയുമ്പോൾ തമ്പുവിന്റെ കണ്ണുകളിൽ എന്തൊരു സന്തോഷമായിരുന്നെന്നോ. തമ്പു, അത് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. സന്തോഷത്തിന്റെ ദിനമാണത്. അതിന്റെ ഭാഗമായുള്ള കാഴ്ചകളാ നീ ഗ്രാമത്തിൽ കണ്ടത്. ക്രിസ്മസ് ഗ്രാമത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ കാട്ടിലും ആഘോഷിക്കാം. ഉണ്ണീശു പിറന്ന ദിനമല്ല ഇത്. നമുക്കും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഉണ്ടാക്കാം, നക്ഷത്രം ഉണ്ടാക്കി മരത്തിൽ കെട്ടാം, ഭക്ഷണം ഒരുക്കാം. കേട്ടോ? കരടി മുത്തശ്ശൻ പറഞ്ഞു തീരേണ്ട താമസം ജമ്പനാന ചിഹ്നം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആഘോഷങ്ങൾ തുടങ്ങട്ടെ. പിങ്കിമാനും മോട്ടുമുയലും ക്രിസ്മസ് ട്രീ ഒരുക്കി. റിങ്കു ജിറാഫും ജമ്പനാനയും ചേർന്ന് ഉയരമുള്ള മരത്തിന്റെ കൊമ്പിൽ കലക്കനൊരു നക്ഷത്രമുണ്ടാക്കി തൂക്കിയിട്ടു. മിന്നി മിന്നാ മിന്നിയും കൂട്ടരും അതിനുള്ളിൽ വെളിച്ചമൊരുക്കി. അണ്ണാൻ കായ്കള്, പഴങ്ങൾ, തേൻ എന്നിവയെല്ലാം കൊണ്ടുവന്ന് നല്ലൊരു വിരുന്നൊരുക്കി. ആനകൾ ഭക്ഷണം വിളമ്പാൻ വാഴയിലകൾ പറിച്ചെടുത്തു. കാട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പുലിയും കടുവയും സിംഹവും വരെ വന്നെത്തി. കാട് മുഴുവൻ സന്തോഷത്താൽ തിളങ്ങി. മൃഗങ്ങൾ കാരൽ ഗാനങ്ങൾ പാടി നൃത്തം ചെയ്തു, ഭക്ഷണം പങ്കിട്ടു. അങ്ങനെ അമ്മയറിയാതെ നാട് ചുറ്റാൻ പോയ തമ്പു കാറ്റാടിക്കാട്ടിൽ ക്രിസ്മസ് കൊണ്ടുവന്നു. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? എന്തും ഏതും പങ്കിടുമ്പോൾ സന്തോഷം കൂടും. മനുഷ്യനായാലും മൃഗമായാലും ഒരുപോലെ തന്നെ. അപ്പോ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.